വ്യക്തമായ നയവും നിലപാടുമില്ലാത്ത സർക്കാരാണ് UDFന്റേത് എന്ന് തെളിയിക്കുന്നതാണ് നയപ്രഖ്യാപനമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. BJPയെയും കേന്ദ്ര സർക്കാരിനെയും വാക്കുകൾ കൊണ്ടുപോലും വിമർശിക്കാത്ത നയമാണ് സംസ്ഥാന സർക്കാരിനെന്ന് നയപ്രഖ്യാപനം വ്യക്തമാക്കുന്നുവെന്നും CPM പ്രസ്താവനയിലൂടെ വിമർശിച്ചു. കേന്ദ്രവും BJPയും തുടരുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന കേന്ദ്രത്തിന്റെ സമീപനങ്ങളെക്കുറിച്ചും സർക്കാരിന് ഒരു വിയോജിപ്പുമില്ല. സാമ്പത്തിക ഫെഡറലിസത്തെ തകർക്കുകയും സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുകയും ചെയ്യുന്നതിനോട് സഹകരിച്ച് മുന്നോട്ടു പോകാനാണ് UDF സർക്കാർ തയ്യാറെടുക്കുന്നത്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന കള്ളപ്രചരണം ആവർത്തിക്കാനാണ് നയപ്രഖ്യാപനത്തിലുടനീളം ശ്രമം നടന്നത്. റിസർവ് ബാങ്കിന്റെ കണക്കുകൾ അനുസരിച്ച് 5429 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചുകൊണ്ടാണ് ഇടത് സർക്കാർ ഭരണം അവസാനിപ്പിച്ചത്. പൊതുകടം വൻതോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞ സർക്കാരായിരുന്നു LDFന്റേത്. കടബാധ്യതയിൽ രാജ്യത്തെ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് കേരളത്തിന്റെ സ്ഥാനം. കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന ഉപരോധ സമാനമായ സാമ്പത്തിക അടിച്ചമർത്തലാണ് കേരളത്തിന്റെ മുന്നേറ്റത്തിന് തടസ്സമായുള്ളത്. ആ നീക്കങ്ങൾക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ കേരളത്തെ മുന്നോട്ട് നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് UDF ശ്രമമെന്നും CPM വിമർശിച്ചു. ഗൾഫ് മേഖലയിലെ സംഘർഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കേരളത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തയ്യാറായിട്ടില്ല. ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവ നടപ്പിലാക്കുന്നതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഇതിലില്ല. നാടിന്റെ അഭിമാനമായ പ്രധാന പദ്ധതികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നില്ല. തൊഴിലുറപ്പ്, കുടുംബശ്രീ, കിഫ്ബി തുടങ്ങി പ്രധാന മേഖലകളെക്കുറിച്ച് പരാമർശം പോലുമില്ല എന്നത് വിസ്മയകരമാണ്. LDF സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. നാടിന് ഗുണപരമായി മാറിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് തയ്യാറാവുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. നാടിന്റെയും ജനങ്ങളുടെയും താല്പര്യത്തിനെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചാൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി.